ഓഗസ്റ്റ് 9 റിലീസാവുന്ന ഓർമ്മചിത്രം എന്ന സിനിമയിലെ നായികയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മാനസ രാധാകൃഷ്ണൻ. എനിക്ക് വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. താങ്ക് യു. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇപ്പോൾ ഓഗസ്റ്റ് 9 ഓർമ്മചിത്രം റിലീസാവാൻ പോവാണ്. അപ്പോൾ അതിന്റെ സന്തോഷമുണ്ട്. ലാസ്റ്റ് മൂവി വ്യൂഹായിരുന്നു. അതെ, രാം ഗോപാൽ വർമ്മയുടെ ഒപ്പം പിന്നെ നമ്മുടെ അജ്മലിക്ക അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്? അത് എന്താ, എനിക്ക് ലൈഫിൽ എപ്പോഴും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം RGV സാറിൻ്റെ ഇത്രയും വലിയൊരു ഡയറക്ടറുടെ ഒരു മൂവിയിൽ ചെയ്യാൻ പറ്റി എന്നുള്ള സന്തോഷമുണ്ട്. പിന്നെ അതിപ്പോ AP CM ആയിരുന്ന ജഗൻമോഹൻ റെഡ്ഡിയുടെ സ്റ്റോറി ആയിരുന്നു. അപ്പോൾ സാറിന്റെ ടീമും ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡി സാറിന്റെ വൈഫിന്റെ, അതായത് ഭാരതി മാമിന്റെ ലുക്കുള്ള ആൾക്കാരെ ഇങ്ങനെ നോക്കി നടക്കണം. അപ്പോഴാണ് എൻ്റെ ആദ്യം ചെയ്ത ഹൈവേ എന്നുള്ള മൂവി. അപ്പൊ അതൊക്കെ വെച്ചിട്ട് അവര് എന്റെ കെയിം അക്രോസ് മൈ പിക്ചേഴ്സ്. അങ്ങനെ ഇപ്പൊ സാറിന് നല്ലൊരു ഫെമിലിയാരിറ്റി തോന്നി. അങ്ങനെ എനിക്ക് കോൾ വരുന്നത്. പക്ഷെ സാറിന്റെ ടീമിൽ നിന്ന് മെസ്സേജ് അയക്കുമ്പോഴൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് അവരായിരിക്കും എന്ന്. ഞാനിത് ആരോ എന്നെ പറ്റിക്കാൻ വേണ്ടി ചുമ്മാ പറയാന്ന് വിചാരിച്ചു. ഏത് നാട്ടിൽ പോയാലും റീൽസ് കാണാം, അത് പറയാൻ. ഞങ്ങള് തിയേറ്റർ വിസിറ്റിന് പോയപ്പോൾ ഉള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാർക്ക് അത്ര സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്ര വലിയൊരു പാഷനാ. അപ്പൊ ഇപ്പൊ അത്ര ഒരു ന്യൂ കമറിന് പോലും കിട്ടുന്ന റെസ്പോൺസ് അങ്ങനെയാ. ഇപ്പൊ മലയാളത്തിൽ അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ എത്ര സീനിയർ ആയാലല്ലേ കിട്ടും. അപ്പൊ അതെനിക്ക് കണ്ടപ്പോ ഭയങ്കര ഫോർച്ചുനേറ്റ് ആയിട്ട് തോന്നി. ഇതിന് എപ്പോഴും കാര്യം കിട്ടും. അപ്പൊ ഞാൻ വെച്ചു അത് റീലാക്കാം. സെറ്റിൽ വെച്ചിട്ടായിരുന്നു എന്റെ ബർത്ത്ഡേ കഴിഞ്ഞ വർഷം. അപ്പൊ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഞാൻ ആരും മൈൻഡ് ചെയ്യില്ല. ഞാനും ഇങ്ങനെ വിചാരിച്ച ഇപ്പൊ വന്നപ്പോ തന്നെ ഇങ്ങനെ കുറച്ച് പേരൊക്കെ വിഷ് ചെയ്തൊക്കെ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിക്കുന്നില്ല കേക്കൊക്കെ ഒന്നും കട്ട് ചെയ്യില്ലായിരിക്കും, വിഷ് മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഉച്ചയ്ക്കായപ്പോ ആരെയും കാണാനില്ല. അപ്പം എല്ലാരും മുങ്ങി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ സാർ ഇങ്ങനെ താഴേക്ക് വരാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോ എല്ലാരും കേക്ക് കഴിട്ട് നിൽക്കും. ഭയങ്കര സന്തോഷമായി എനിക്ക്. മൊത്തത്തിൽ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് അഭിനയിച്ചപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തില് ലാംഗ്വേജ് നല്ല എന്ന് വെച്ചാൽ എനിക്ക് തെലുഗു അങ്ങനെ അറിയില്ല. ഇപ്പം തെലുഗു സിനിമ കാണുന്നതായാലും അതെന്തെങ്കിലും ഹിന്ദിയിൽ ഡബ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ മലയാളത്തിലായിരിക്കും. അപ്പൊ ആ ലാംഗ്വേജ് എനിക്ക് തീരെ കേട്ട് പരിചയമില്ല. ഓഫ് കോഴ്സ് നമുക്ക് മഗധീരയും ബാഹുബലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നമ്മളെപ്പോഴും അതിന്റെ വേറെ വേർഷൻസ് ഒക്കെ അല്ലേ കാണുന്നത്. അവിടെ ചെന്നിട്ട് അവരിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും, അതായത് തിംഗ്ലീഷിൽ തരും. ടെംഗ്ലീഷ് ഇങ്ങനെ തെലുഗു വേർഡ്സ് ഇങ്ങനെ ഇംഗ്ലീഷിൽ അങ്ങനെ തരും. അപ്പൊ ഞാൻ എന്നിട്ട് വോയിസ് നോട്ട് അയച്ചു തരും എനിക്ക് ഇതിന്റെ പ്രൊണൗൺസിയേഷൻ, പിന്നെ അതിന്റെ മീനിങ്ങും ഉണ്ടാവും. അപ്പൊ റൂമിൽ പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസത്തേക്ക് വേണ്ടി എക്സാമിനൊക്കെ ഇരുന്ന് പഠിക്കുന്ന പോലെ ഞാൻ പഠിക്കും. ഷോർട്ട് ആവുന്നതിന് കുറച്ച് അങ്ങനെയൊന്നും ഇല്ല. ഞാൻ പഠിച്ചു എനിക്ക് ആദ്യത്തെ ഷൂട്ടിന്റെ എന്നുവെച്ചാൽ ഞങ്ങൾ ആദ്യം പോയി ലുക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തു. നെക്സ്റ്റ് ഡേ ആണ് ഷൂട്ട്. പഠിച്ച് എനിക്ക് ഒരു 3 മണിയൊക്കെ ആയപ്പോ എനിക്ക് ഭയങ്കര ഛർദി, ടെൻഷൻ അടിച്ചിട്ടാന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ നെക്സ്റ്റ് ഡേ എന്ന് വെച്ചാൽ RGV സാറിന്റെ മൂവി അല്ലേ, അപ്പൊ സാർ എങ്ങനെയായിരിക്കും ഇനിയിപ്പോ ഗെറ്റ് ഔട്ട് എന്നാലും പറഞ്ഞാലോ ഡയലോഗ് തെറ്റും സാറ്. പക്ഷെ എന്താ ഇല്ല പറയിപ്പിച്ചില്ല. പക്ഷെ സാർ ആക്ടേഴ്സിനോട് അങ്ങനെ ഒരിക്കലും പറയില്ല. ടീമിൽ ആരെടുത്തെങ്കിലും പറഞ്ഞാല് സാറ് ഭയങ്കര എനർജറ്റിക്കാ. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്ര എനർജി. സാർ അങ്ങനെ ഇരിക്കില്ല. സാർ ഇങ്ങനെ സെറ്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, ആലോചിക്കുമ്പോഴൊക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ 3-4 സ്ക്രീൻ ഉണ്ടാവും സാറിന്റെ മുമ്പില്. അപ്പൊ ഏതില് നമ്മളിപ്പോ ബാക്കിലിരിക്കുന്ന നമ്മൾ ഇങ്ങനെ നോക്കും ഇതിനകത്ത് ഏതാ നോക്കേണ്ടതെന്ന്. സാറ് പിൻ പോയിന്റ് ചെയ്ത് കറക്റ്റ് പറയും, ഇവിടുത്തത് ശരിയല്ല, അവിടുത്തെ ഈ ആംഗിളിലുള്ളതിൽ അവിടെ പോയി. അപ്പം ഭയങ്കര ഒരു എക്സ്പീരിയൻസാ. അപ്പോൾ സാറിന്റെ ഈ വേ ഓഫ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് കാണാൻ ഭയങ്കര. അപ്പൊ നമുക്ക് എന്താ ഷോർട്ട് ചെയ്യാത്ത സമയത്ത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ പോയിരുന്നു ഇത് കാണുന്നത് അതിനെക്കാട്ടിലും എന്റർടൈനിങ് ആണ്. ഇതെങ്ങനെയാ ഇതെല്ലാം ക്യൂറേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ കാണാൻ. എങ്ങനെയുണ്ട് നമ്മുടെ മലയാള സിനിമയും അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഒരേപോലെയാണോ തോന്നിയത് അതോ വ്യത്യാസമുണ്ടോ? എനിക്കിപ്പോ അവിടെ അജ്മലിക്ക് ഉണ്ടായിരുന്നോണ്ട് കുറച്ചൊരു മലയാളം എന്ന് വെച്ചാൽ എൻറ്റയർലി ന്യൂ ആയിട്ട് തോന്നിയില്ല. ബട്ട് ദെൻ ഓഫ് കോഴ്സ് അവരുടെ വേ ഓഫ് ഷൂട്ടിങ് വേറെയാണ്. സെറ്റിലെ ആൾക്കാര് എന്ന് വെച്ചാൽ അവർ എല്ലാരും അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇപ്പൊ മലയാളത്തിൽ വരുമ്പോ നമുക്ക് എന്താ തിരിച്ച് വീട്ടിൽ വന്ന് കയറുന്നൊരു സുഖം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സുഖം.